ഏവർക്കും ഹിദ മീഡിയ തെർബിയ വിങ്ങിലേക്ക് സ്വാഗതം. ഉപ്പയും ഉമ്മയും വല്ലതും പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത എല്ലാ മക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. വൃദ്ധസദനത്തിന്റെ വാതിൽ മെല്ലെ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി അവൻ ചോദിച്ചു, എന്റെ ഉമ്മയെയും ഉപ്പയെയും ഒന്ന് കാണിച്ചു തരുമോ? ആരാണ് നിങ്ങൾ? അവരുടെ പേരെന്താണ് എന്ന് അവിടെ നിന്നും ചോദിച്ചപ്പോൾ മകനാണെന്ന് പറയാൻ മടിച്ചെങ്കിലും വീണ്ടും അവർ ചോദിച്ചപ്പോൾ മറുപടി കൊടുത്തു, എന്റെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്, ഒന്ന് കാണാൻ കഴിയുമോ? ഇവിടെയാണെന്ന് ഉറപ്പുണ്ടോ എന്നുള്ള മുള്ളു തറച്ച ചോദ്യത്തിന് തല താഴ്ത്തിക്കൊണ്ട് അവൻ മറുപടി നൽകി, ഞാനാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഒരു ഫോട്ടോ കാണിച്ച് അവർ ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ മാതാപിതാക്കൾ? മുഖത്ത് നിറഞ്ഞ സന്തോഷത്തോടെ അവൻ മറുപടി പറഞ്ഞു, അതെ, ഇതാണ്. കുറച്ചു സമയം മിണ്ടാതിരുന്ന അവനോട് പറഞ്ഞു, നിങ്ങളന്ന് പറഞ്ഞതനുസരിച്ച് അവരുടെ ഒരു കാര്യങ്ങളും നിങ്ങളെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല. കുറച്ചു മാസങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചു. നിങ്ങൾ എന്നെങ്കിലും വന്നാൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞൊരു എഴുത്ത് തന്നിട്ടുണ്ട്, ഇതാ. നെഞ്ചിടിപ്പുമായി അവർ നീട്ടിയ പേപ്പർ തുറന്നു വായിച്ചു നോക്കി. മോനെ, ഉമ്മാക്കും ഉപ്പാക്കും ഇവിടെ സുഖം തന്നെയായിരുന്നു. പക്ഷെ ജീവിച്ചിരുന്ന കാലം നിന്നെ കാണുവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല. എന്റെ മകൻ മക്കളെ പരിധി വിട്ട് സ്നേഹിക്കരുത്. കാരണം നാളെ ഈ അവസ്ഥ എൻ്റെ കുട്ടിക്ക് വന്നാൽ ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിനക്കുണ്ടാവും. സ്നേഹത്തോടെ ഉമ്മയും ഉപ്പയും. നിറഞ്ഞ കണ്ണുകളോടെ പുറത്തേക്ക് നടക്കുമ്പോൾ ദൂരെ കാണുന്ന പള്ളിപ്പറമ്പിലേക്ക് അവരുടെ കബറിന് മുകളിൽ കുത്തിയ മൈലാഞ്ചിച്ചെടി അവനെ നോക്കി നിൽക്കുകയായിരുന്നു. ഉമ്മയുടെയും ഉപ്പയുടെയും മഹത്വം അറിയാൻ ഉമ്മയില്ലാത്ത ഉപ്പയില്ലാത്ത മക്കളുടെ കണ്ണുകളിൽ നോക്കുക. ഉമ്മയുടെയും ഉപ്പയുടെയും സാന്നിധ്യം പകരുന്ന കരുത്തറിയാൻ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെടും വരെ കാത്തു നിൽക്കാതിരിക്കുക. കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം. മറ്റാരെ കൊണ്ടും പകരമാവാൻ കഴിയാത്ത ജന്മമാണ് ഉമ്മയും ഉപ്പയും. അതുകൊണ്ട് തന്നെ പരിധിയില്ലാതെ സ്നേഹിക്കണം. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് എന്തിനാ പടച്ചവൻ പൊക്കിൾ കുഴി തന്നതെന്ന്? അത് ഒരു അടയാളമാണ്, ഒരു മുദ്രയാണ്. ഉമ്മാന്റെ കുടലിന്റെ കഷ്ണം കരിഞ്ഞുണങ്ങിയതാണ് നമ്മുടെ പൊക്കിൾ കുഴി. കാലത്തിന്റെ അടയാളമാണത്. ഉമ്മയെ വേദനിപ്പിക്കല്ലേ മക്കളെ. പടച്ചവനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം മാതാപിതാക്കളോടും നന്ദി പ്രകാശിപ്പിക്കണമെന്ന് മനുഷ്യനോട് ഇസ്ലാം കൽപ്പിക്കുന്നു. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അത് മാതാപിതാക്കൾ ക്ഷമിച്ചാലും പടച്ചവൻ വിടണമെന്നില്ല.